വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ കണ്ടോ, ചിക്കൻ കറിയാണ്. എളുപ്പമായിട്ട് വെക്കാൻ പറ്റുന്ന കറി. എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയിരിക്കുന്നതാട്ടോ, അതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ വന്നിരിക്കുന്നത്. നമുക്കതിലേക്ക് ആവശ്യമായ 4 മീഡിയം സൈസ് സവോള നമ്മൾ സ്ലൈസ് ചെയ്ത് ചെറുതാക്കി സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കണ്ടല്ലോ. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി ചതച്ച് വെച്ചേക്കാണ്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി ഒരു 8 അല്ലി, അതും ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ പച്ചമുളക് 4 നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. തക്കാളി അത് അരിഞ്ഞ് വെച്ചേക്കാം. നമുക്ക് തക്കാളി അടിച്ച് പൾപ്പായിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുക്കും. ഓക്കെ. ഇനി എന്തൊക്കെ പൊടികളാണ്? മുളക് പൊടി നമുക്കറിയാം, 3 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1.5. ഏത് സ്പൂണാണ് എടുക്കണേ അതിൻ്റെ, ഇപ്പോൾ 3 മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ നേർപകുതിയാണ് മല്ലിപ്പൊടി എടുക്കുന്നത്. ഓക്കെ. മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഓക്കെ. നിങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കനേക്ക് വേണ്ട എരിവിനനുസരിച്ച് വേണം നിങ്ങൾ മുളക് ചേർക്കാനായിട്ട്. ഞങ്ങൾക്കിവിടെ 3 ടേബിൾ സ്പൂണാണ് ആവശ്യം, അതിനനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ ഇതിന് ഞങ്ങൾക്ക് എത്ര മതി എരിവ്, അങ്ങനെയാണ് ഞങ്ങളുടെ കണക്ക്. ഓക്കെ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ആ ഗ്യാപ്പിൽ നമ്മൾ തക്കാളി അടിച്ചെടുക്കുകയാണ്. മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ വെളിച്ചെണ്ണ അപ്പോഴേക്കും ചൂടായി കഴിഞ്ഞതിന് ശേഷം നന്നായി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം ഉള്ളി അതിലേക്ക് ഇടാം. ഉള്ളിയിട്ട് നന്നായി വഴറ്റണം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന രീതിയിൽ വഴറ്റണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വഴറ്റാൻ ഉള്ളിയുടെ കൂട്ടത്തിൽ ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ അല്പം ഉപ്പ് ചേർക്കാണ് ഉള്ളിയുടെ കൂടെ ഇത്തിരി വഴറ്റാൻ വേണ്ടിയിട്ട്. ചിക്കനിക്ക് നമ്മൾ വേറെ ഇടും, പുള്ളിക്കൊന്ന് വേണ്ടിയിട്ടാണ് ഇത്തിരി ഉപ്പിട്ട് നമ്മളങ്ങനെ വഴറ്റി, നല്ല രീതിയിൽ വഴറ്റി. കണ്ട ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത് അതിൽ ചേർക്കാണ് ചെയ്യുന്നത്. ഓക്കെ. അത് ചേർത്ത് നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് വഴറ്റണം. ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ വഴറ്റി വന്നതിന് ശേഷം ഞങ്ങൾ തീ കുറയ്ക്കണില്ല കേട്ടോ. തീ നല്ല കൂട്ടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാതെ തന്നെ നല്ല രീതിയിൽ വെക്കാം. എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡ് നല്ല രീതിയിലാവുമ്പോൾ നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടാണ്. പറക്കി ഇട്ടോളൂ. അതിലുള്ള വെള്ളമൊന്നും ചിക്കൻ്റെ ആ ഈ ഉള്ളിലേക്ക് വീഴാതെ സൂക്ഷിക്കാം. അങ്ങനെ എല്ലാ ചിക്കൻ്റെ പീസസും അതിലേക്ക് ഇട്ടു. ഓക്കെ. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ചിക്കൻ ഒന്ന് ചൂടാവണം. അപ്പോൾ ചിക്കൻ പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായി നോക്കണം, അന്ന് ഇളക്കി കൊടുത്ത് ശരിയാക്കണം. അപ്പോൾ അതൊന്നൊരു എല്ലായിടത്തും ഒന്നൊരു ഫ്രൈ അല്ല, അന്നൊരു എല്ലായിടത്തും ചൂടാകുമ്പോൾ ഒരു ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ആ ചിക്കൻ്റെ കഷ്ണങ്ങൾക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു തവണ വരെ നമ്മളൊന്ന് ഇത്തിരിയിടണം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ചിക്കൻ്റെ ഇതിലേക്ക് ഇടണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചിക്കൻ എന്ന് പറയുന്നത് ഒരു അങ്ങനെ മൊത്തത്തിൽ ഒരു ഇതായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ മണമൊക്കെ അതിൽ വരും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അടി പിടിക്കാതെ നന്നായിട്ട് സൂക്ഷിക്കണം, നന്നായിട്ട് ഇളക്കണം. ഓക്കെ. അതിനുശേഷം ഈ ചിക്കൻ നന്നായിട്ടൊന്നൊരു ഇത്തിരി ഒരു റോസ്റ്റഡ് പരുവം, ഭയങ്കര റോസ്റ്റല്ല, ചെറിയൊരു മുരിഞ്ഞ പോലെയൊക്കെ വരും. അതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ അതിന് ശേഷം വേണം പൊടിയും ചേർക്കുക. അപ്പോൾ അതുവരെ ചിക്കൻ അടി പിടിക്കാതെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പൊടികൾ എന്തെങ്കിലും ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ടേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ചിക്കൻ കണ്ടില്ലേ, ഇത്തിരി ഒരു പരിവായി വന്നു, ആ ഒരു റോസ്റ്റഡ് പോലെ ഇപ്പോൾ കാണുമ്പോഴേ അറിയാം, അതുപോലെയായി. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ആദ്യം ഇടാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് മുളക് പൊടി, അത് കഴിയുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇടാം. അപ്പോഴേക്കും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ഇതായിട്ട് ഇളക്കണം, അടി പിടിക്കാതെ. പിന്നെ ഈ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അതിനാണ് തീ കുറച്ച് വെക്കുന്നത്. തീ ഈ സമയത്ത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പിടിക്കും. അപ്പം അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഓക്കെ. എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാൻ. എന്ത് എളുപ്പമാണെന്നറിയോ? ഈസിയാണ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള കറിയാണ്. നമുക്ക് ചിക്കനൊക്കെ ഒരു 20-25 മിനിറ്റ് മതി അടച്ചിട്ടിട്ട് വേവാനായിട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ആ സമയത്ത് അടച്ചിട്ടാൽ അത് ഓക്കെ ആവും. പിന്നെ നമ്മൾ ചിക്കന് എത്രയാണ് ഉപ്പ് വേണ്ടത് അതിട്ട് നമ്മൾ സബോളയ്ക്ക്
കുറച്ചിട്ടുണ്ടായിരുന്നു. സബോളയ്ക്ക് കുറച്ച് ഇട്ടിട്ടുള്ളൂ, അതിനനുസരിച്ച് ബാക്കി ചിക്കനിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മളിതാ മസാലയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി, നന്നായിട്ട് പൊടികളെല്ലാം നല്ല രീതിയിൽ ചൂടാവണം. നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നടുക്കായിട്ട് ഈ തക്കാളി അടിച്ചു വെച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇതൊന്ന് നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അടി പിടിക്കാതെ നോക്കാം. അപ്പോൾ ചിക്കനേക്ക് എല്ലാം പിടിച്ചൊന്നൊരു റോസ്റ്റഡ് പരുവം വരണം, ഈ മുളകൊക്കെ അതിലേക്ക് കിടന്നിട്ട്. ഇതാ തക്കാളി കണ്ട നമ്മൾ അടിച്ചു കൊടുത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് ഒന്ന് അടി പിടിക്കാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ചതിന് ശേഷം സെമിയിൽ ഇടാം. സിമ്മിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ, ഇത് അടി പിടിക്കണ്ടോ എന്ന്. ഇതിൽ ഞങ്ങൾ വെള്ളം അങ്ങനെ ഒഴിക്കാറില്ല. ഇത്തിരി ഗ്രേവി ഇല്ലാത്തൊരു ടൈപ്പാണ്. എന്നാൽ ഇതിന് കുറച്ച് ഗ്രേവി വരും ചെയ്യും. കാരണം നമ്മുടെ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ അതിലേക്ക് കയറി വരും. അങ്ങനെ ഇത് നമ്മൾ തക്കാളി ഒഴിച്ചു തിളച്ചു. നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമ്മൾ അടച്ച് വെച്ചു. ഇനി ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അത് തുറന്ന് നോക്കുമ്പോൾ അതാ കണ്ട ചിക്കനിലുള്ളൊക്കെ വെള്ളം ഇറങ്ങി കുറച്ച് ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ചിലർക്ക് ഗ്രേവി അധികം വെള്ളം വന്നൊന്നും വരില്ല, പക്ഷെ വെള്ളം ഇത് ഇല്ലാതിരിക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ. അങ്ങനെ അതാ ഞാൻ പറഞ്ഞ വെള്ളം ഉള്ളത് നമ്മൾ അതിലേക്ക് ഒഴിക്കല്ലേ എന്ന്. ഒഴിച്ച് അതിൻ്റെ ടേസ്റ്റ് പോകും. നല്ല വെള്ളം ഇല്ലാതെ അങ്ങനെ നല്ല റോസ്റ്റഡ് പരുവത്തിൽ വരും. അതാണ് ഒന്നും കൂടി ടേസ്റ്റ് വരാം. ഇതിൽ ചിക്കനിലുണ്ടായിരുന്ന വെള്ളം ഇറങ്ങിയതാണ് ഇതിങ്ങനെ വന്നത്. ഓക്കെ, ഇത്തിരി ഗ്രേവി ആയിട്ട് കിട്ടി. പിന്നെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇത്തിരി ഗ്രേവിയാണ് ആവശ്യം. കാരണം ഞങ്ങൾക്ക് ചോറിന് കഴിക്കാനാണ്. അപ്പോൾ ഇത്തിരി ഗ്രേവിയോട് കൂടെ ആയതുകൊണ്ട് റൈസിൻ്റെ കൂടെ ആകുമ്പോൾ ഗ്രേവിയും കൂടി വരുമ്പോഴല്ല നല്ല ടേസ്റ്റ് വരാം. ഓക്കെ, അങ്ങനെ ഗ്രേവിയായി 20 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കും. അതിനുശേഷം നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ റൈസിൻ്റെ കൂടെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.